പറയുക, ശ്രദ്ധിച്ച് കേട്ടോ. ഡീറ്റാൻ്റെ പ്രാക്ടിക്കലാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഡീറ്റാൻ എന്ന് പറഞ്ഞാൽ ടാൻ റിമൂവൽ ബ്ലീച്ച് എന്ന് പറയും, ഡീറ്റാൻ എന്നും പറയും. ഓക്കെ, ഇത് തന്നെ ഇതിപ്പോൾ നേച്ചേഴ്സിൻ്റെ ആണ്. ഇതുപോലെ സ്പെസിഫിക്സിൻ്റെ ഉണ്ട്, BLCCയുടെ ഉണ്ട്, ലാക്ടോ ബ്ലീച്ച് ഉണ്ട്, രാഗ ഡീറ്റാൻ ഉണ്ട്. അങ്ങനെ പല പേരുകളിൽ ഡീറ്റാൻ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് നേച്ചേഴ്സിൻ്റെ ഡീറ്റാനാണ്. ഓക്കെ, ഇനി അതിന് നമ്മൾ പ്രൊസീജിയർ ചെയ്യുമ്പോൾ ആദ്യം കസ്റ്റമറെ നമ്മൾ കിടത്തിയതിന് ശേഷം ടവൽ കൊടുത്തതിന് ശേഷം ഹെഡ് ബാൻഡ് വെച്ചിട്ട് നല്ല രീതിയിൽ ലോക്ക് ചെയ്യാം. കാരണം മുടിയും കാര്യങ്ങളൊന്നും ഫ്രണ്ടിലോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് ഹെഡ് ബാൻഡ് വെച്ച് കവർ ചെയ്യുക. ദെൻ ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കസ്റ്റമർ ഫൗണ്ടേഷൻ ഉണ്ടാവാം, അല്ലേ, ലിപ്സ്റ്റിക്ക് ഉണ്ടാവാം, കണ്ണെഴുതിയിട്ടുണ്ടാവാം, പൊട്ട്, സിന്ദൂര്, ഇതെല്ലാം ഉണ്ടാവാം. അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാണ്ട് നമുക്ക് ഡീറ്റാൻ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ വാട്ടർ ക്ലെൻസിങ്. ഫേഷ്യൽ ടിഷ്യൂ ആണെങ്കിൽ ഫേഷ്യൽ ടിഷ്യൂ എടുക്കുക, സ്പോഞ്ച് ആണെങ്കിൽ സ്പോഞ്ച് എടുക്കുക. ഇനി അതല്ല കോട്ടൺ ആണ് കട്ട് ചെയ്തതെങ്കിൽ കോട്ടൺ കട്ട് ചെയ്തെടുക്കുക. രണ്ട് കയ്യിലും നന്നായിട്ട് ഹോൾഡ് ചെയ്യുക. നമ്മളുടെ ഈ പോർഷൻ തൊട്ട് 1 2 3 നോസിൻ്റെ വഴി കയറി ഫോർഹെഡ് വഴി ചിന്ന് വരെ കൊടുക്കുക. കഴുത്തിൻ്റെ അടുത്തുനിന്ന് മേളിലോട്ട് 2 സൈഡിലോട്ട് 3 ലെയറായിട്ട് കൊടുക്കുക. അതിനെ പറയും വാട്ടർ ക്ലെൻസിങ് എന്ന് പറയും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മേക്കപ്പ് ഉണ്ടാവില്ലേ, ഈ മേക്കപ്പ് നമ്മൾ ഫുള്ളായിട്ട് ക്ലെൻസ് ചെയ്യാൻ നിന്നാൽ എല്ലായിടത്തേക്കും സ്പ്രെഡ് ആവും. അപ്പോൾ അതുകൊണ്ട് മേക്കപ്പ് ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ക്ലെൻസിങ് മിൽക്ക് എടുക്കുക. ക്ലെൻസിങ് മിൽക്ക് എടുത്തതിന് ശേഷം റിംഗ് ഫിംഗർ, ഏറ്റവും പ്രഷർ കുറഞ്ഞ ഫിംഗറാണ്. അപ്പോൾ നമ്മൾ കണ്ണിൽ ചെയ്യുമ്പോഴും ലിപ്പിൽ ചെയ്യുമ്പോഴും ഓവർ പ്രഷർ വന്നാൽ അവർ കസ്റ്റമർക്ക് ഇറിറ്റേഷൻ ആയിരിക്കും. അപ്പോൾ ഏറ്റവും പ്രഷർ കുറഞ്ഞ ഫിംഗറാണ് റിംഗ് ഫിംഗർ. ഇത് വെച്ചിട്ട് നീറ്റായിട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. 1 2 2 പ്രാവശ്യം. ഓവറായിട്ട് എന്ത് ചെയ്താലും അവർക്ക് ഇറിറ്റേഷൻ വരും. 2 പ്രാവശ്യം സ്മോൾ സർക്കിൾസ് കൊടുക്കുക. അപ്പം തന്നെ കോട്ടൺ അല്ലെങ്കിൽ ടിഷ്യൂ എടുത്തിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. ദെൻ ഈ സ്ഥലവും ഈ കണ്ണിലും സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. റിംഗ് ഫിംഗർ കൊണ്ട് 2 പ്രാവശ്യം ചെയ്യുക, ക്ലീൻ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ലിപ്പിൽ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. റിംഗ് ഫിംഗർ കൊണ്ട് സർക്കിൾസ് കൊടുക്കുക, ക്ലീൻ ചെയ്തെടുക്കുക. പൊട്ടുണ്ട്, സിന്ദൂരം ഉണ്ടെങ്കിലും അങ്ങനെ തന്നെ എടുക്കുക. അതിനെന്ത് പറയും? മേക്കപ്പ് ക്ലെൻസിങ്. അപ്പോൾ ഹെഡ് ബാൻഡ് ചെയ്തതിന് ശേഷം വാട്ടർ ക്ലെൻസിങ് കഴിഞ്ഞു, മേക്കപ്പ് ക്ലെൻസിങ് കഴിഞ്ഞു. ഇനിയാണ് ഡബിൾ ക്ലെൻസിങ്. ഫേസിലൊക്കെ ഫൗണ്ടേഷൻ ഉണ്ടാവില്ലേ, അപ്പോൾ നമ്മൾ ക്ലെൻസിങ്ങിലേക്ക് എടുത്തു. 2 കയ്യിലും ഇത്രയും പോർഷനിൽ ഫുള്ളായിട്ട് നമുക്ക് ക്രീം വേണ്ട, ഇത്രയും പകുതി പോർഷൻ മതി. അവിടെ മാത്രം നമ്മൾ അപ്ലൈ ചെയ്തു. കഴുത്തിലും ഫേസിലും നന്നായിട്ട് ചെയ്തു. കഴുത്ത് മുതൽ ഫേസ് എല്ലാം നന്നായിട്ട് സ്മോൾ സർക്കിൾസ് കൊടുക്കുക. 2 to 3 മിനിറ്റ്സ് ക്ലെൻസിങ് ചെയ്യുക, ഡബിൾ ക്ലെൻസിങ് ചെയ്യുക. ഓക്കെ, ഇത് അതുപോലെ തന്നെ നമ്മൾ ടിഷ്യൂ എടുക്കുക. നന്നായിട്ട് ആ വെള്ളം ഒന്നും ഒട്ടും ഒഴുകി അവരുടെ ചെവിയിലേക്കോ ഡ്രസ്സിലേക്കോ ഒന്നും ആവരുത്. എന്നാൽ നല്ല വെറ്റ്നെസ് വേണം താനും. ഓക്കെ, ഇതെടുത്തിട്ട് നന്നായിട്ട് ക്ലെൻസിങ് മിൽക്ക് ക്ലീൻ ചെയ്തെടുക്കും. ഫേസ് നല്ലപോലെ ക്ലീൻ ആയതിനു ശേഷം നമ്മളൊരു കോട്ടൺ, വെറ്റ് കോട്ടൺ അല്ലെങ്കിൽ ടിഷ്യൂ എടുക്കുക, റോസ് വാട്ടർ എടുക്കുക. നമ്മൾ നന്നായിട്ടൊന്ന് ടോൺ ചെയ്ത് കൊടുക്കും. ടോൺ ചെയ്ത് കൊടുത്തിപ്പോൾ നല്ല ക്ലിയർ ആയി ഫേസ്. ആ ക്ലിയർ ഫേസിലേക്ക് നമുക്ക് ഒരു ആളുടെ ഫേസിന് വേണ്ടത്ര ഡീറ്റാൻ എടുക്കുക. സ്പാച്ചുല കൊണ്ട് നമ്മൾ കൈയൊക്കെ നനഞ്ഞിരിക്കുവാണെങ്കിൽ ആ വെള്ളമൊന്നും അതിലേക്ക് ഒഴിക്കരുത്. കാരണം പിന്നീട് നമുക്ക് യൂസ് ചെയ്യാനുള്ളതല്ലേ. അപ്പോൾ വെള്ളമൊന്നും ഇല്ലാത്ത നല്ലൊരു സ്പാച്ചുല എടുക്കുക. ഒരു ഫേസിലേക്ക് വേണ്ടുന്നത് എടുക്കുക. ബൗളിലേക്ക് ഒരു ഫേസിലേക്ക് വേണ്ട ക്രീം അങ്ങനെ തന്നെ എടുക്കുക. ദെൻ അതിന് ശേഷം നമ്മൾ ഈ ബ്രഷ് ബ്ലീച്ച് ബ്രഷ് അല്ലെങ്കിൽ പാക്ക് ബ്രഷ്, ഫേഷ്യൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്രഷാണിത്. ഓക്കെ, ദെൻ ഒരു എടുക്കുക. ഈ സൈഡ് ഇവിടം മുതൽ ഇവിടം വരെ ഒറ്റ ആപ്ലിക്കേഷൻ. നമ്മളിങ്ങനെ പെയിൻ്റ് അടിക്കുന്ന പോലെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒറ്റ ആപ്ലിക്കേഷൻ. ദെൻ അടുത്ത് എടുക്കുക. ഈ സ്ഥലം ഫുള്ളി സൈഡ് ഫുള്ള് ഫിനിഷ് ചെയ്യുക. കാരണം നമ്മളുടെ കൂടെ ആരെങ്കിലുമൊക്കെ നമ്മുടെ കസിൻസോ ആരെങ്കിലുമൊക്കെ ചിലപ്പം ഞാനും കൂടി ഒന്ന് കയറിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് അവരും ഉണ്ടാവും. അപ്പം നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതിനൊരു ഭംഗി ഉണ്ടാവും. അവിടെ ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ തോന്നി അങ്ങനെ വെക്കാൻ പാടില്ല. അപ്പോൾ ഈ സ്ഥലം നല്ല നീറ്റായിട്ട് ചെയ്യുക. ദെൻ ഈ സൈഡ് കവർ ചെയ്യുക, കഴുത്ത് നീറ്റായിട്ട് കവർ ചെയ്യുക. ഇനി അവർക്ക് ഒത്തിരി തോരണമൊന്നും ഇല്ലാത്ത കമ്മലാണെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ പോയാൽ ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ചെവിയിലും കൂടി ജസ്റ്റ് കൊടുക്കുക. ഓക്കെ, അത്രയും പോർഷനിൽ നമ്മൾ കൊടുക്കുക. ദെൻ 15 to 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക. 15 to 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഒത്തിരി ഒച്ചയും ബഹളമൊന്നും അവിടെ നിന്ന് എടുക്കാതിരിക്കുക. കാരണം കസ്റ്റമർ പല ടെൻഷനിൽ നിന്നും റിലാക്സ് ചെയ്യാനും ഒക്കെ നമ്മളുടെ അടുത്ത് വന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഫോൺ ചെയ്യുമോ
അല്ലെങ്കിൽ വലിയ ഒത്തിരി ലൈറ്റുകൾ ഇടുവോ, അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് സ്റ്റാഫുകൾ തമ്മിൽ സംസാരിക്കുക ഒന്നും ചെയ്യണ്ട. വളരെ നീറ്റായിട്ട് മാക്സിമം ഡിം ലൈറ്റ് ഇട്ട് കൊടുക്കുക. കാരണം ഒരു 20 മിനിറ്റ്സോളം ഉണ്ട് അവർക്ക് റിലാക്സ് ചെയ്യാനുള്ള ടൈം. അപ്പോൾ ഡിം ലൈറ്റ് ഇട്ട് കൊടുക്കുക, ലൈറ്റ് മ്യൂസിക് ഉണ്ടാക്കി കൊടുക്കുക. എത്രത്തോളം അവരെ റിലാക്സ് ചെയ്യിക്കാനും ഹാപ്പി ആക്കാനും പറ്റുമോ, കാരണം നെക്സ്റ്റ് മന്ത് വീണ്ടും അവർ വരണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ല രീതിയിലൊരു സർവീസ് ചെയ്ത് വിടുക. അപ്പോൾ ഒരു 20 മിനിറ്റ്സിന് ശേഷം കസ്റ്റമർ ചിലപ്പോൾ ഒന്ന് മയങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ തന്നെ അവരുടെ ഫേസിലേക്ക് നമ്മൾ വെള്ളം കൊണ്ടുവച്ച് വേഗം ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുമോ? ഇല്ല. ജസ്റ്റ് നമ്മൾ ആ ഷോൾഡറിൽ ഒന്ന് ടച്ച് ചെയ്യുക, നമ്മൾ അടുത്തുണ്ട് എന്നുള്ളതൊന്ന് അറിയിക്കുക. അല്ലാണ്ട് വിളിച്ചറിയിക്കുമല്ല, പയ്യെ ഒന്ന് ടച്ച് ചെയ്യുക. ഇത് വെള്ളം എടുക്കുക, 2 കൈ ലീവർ ചെയ്ത് ഒന്നെല്ലായിടത്തും ആ ഡ്രൈ ആയിട്ടുള്ളതിനൊന്ന് ലൂസാക്കുക. ദെൻ കഴുത്ത് മുതൽ ഒരു 2 മിനിറ്റ് ഒന്ന് മസാജ് കൊടുക്കുമ്പോൾ നല്ലപോലെ നമുക്ക് വൈപ്പ് ചെയ്യാൻ എളുപ്പമോ. ദെൻ അതുപോലെ തന്നെ സ്പോഞ്ച് അല്ലെങ്കിൽ ടിഷ്യൂ എടുക്കുക, ക്ലീൻ ചെയ്തെടുക്കുക. നല്ലപോലെ ഫേസ് ക്ലീൻ ആക്കിയതിന് ശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. ദെൻ കസ്റ്റമർ പുറത്തേക്കാണ് പോകണമെങ്കിൽ സൺസ്ക്രീൻ മസ്റ്റായിട്ട് ഉപയോഗിക്കുക. ചില കസ്റ്റമർക്ക് അവർ തന്നെ ഉപയോഗിക്കുന്ന സൺസ്ക്രീൻ ഉണ്ടാകും. അപ്പോൾ അവരോട് ചോദിക്കാം, മാം നിങ്ങൾ തന്നെ ഉപയോഗിക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ നമ്മളുടെ തന്നെ ഇടാം. ഓക്കെ, അങ്ങനെ ഇട്ട് ക്ലിയർ ആയിട്ട് കൊടുക്കാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, വൈപ്പ് ഓഫ് ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കുറച്ച് കളഞ്ഞു, ഇനി നിങ്ങൾ പോയി വാഷ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതൊരു ഓക്കെ ഉള്ള സർവീസാണോ? അല്ല. നീറ്റായിട്ട് ചെയ്യുക, എന്നിട്ടും വാഷ് ചെയ്യണമെന്നുള്ള കസ്റ്റമർ ചിലപ്പോൾ കാണും. അപ്പോൾ അവരോട് പറയാം, മാം പ്രോപ്പറായിട്ട് എല്ലാം നീറ്റാക്കിയിട്ടുണ്ട്, ഇനി മാമിന് വാഷ് ചെയ്യണോ അല്ലേ. എത്രത്തോളം ചെയ്താലും തൃപ്തി വരാത്ത ചില ആൾക്കാരുണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ നമ്മളൊന്ന് ചോദിക്കുക. അതല്ലെങ്കിൽ ഡയറക്റ്റ് മോയ്സ്ചറൈസർ ഇടുക, സൺസ്ക്രീൻ ഇടുക. ഓക്കെ, അതാണ് നമ്മളുടെ നോർമൽ ആയിട്ടുള്ള ഡീറ്റാനിൻ്റെ പ്രൊസീജിയർ വരുന്നത്.